അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു വിക്കറ്റ് കൂടെ ഡൽഹിയിൽ വീണിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ തനിക്കുണ്ടായിരുന്ന പദവികൾ ഈ ആഴ്ച മുൻപേ തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൻ്റെ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വവും കൂടി രാജിവെച്ചിരിക്കുകയാണ്. തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഒരു 5 പേജ് രാജിക്കത്ത് പുറത്തുവിട്ടുകൊടുകയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന്. ആ 5 പേജ് രാജിക്കത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് കൃത്യമായി ഗുലാം നബി ആസാദ് വിവരിക്കുന്നുണ്ട്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് ഗുലാം നബി ആസാദ് ചെയ്തത്. എന്നിട്ടാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് നിന്ന് പടിയിറങ്ങുന്നത്. ആ 5 പേജ് രാജിക്കത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. 5 പേജ് രാജിക്കത്തിൽ 2ാമത്തെ പേജ് തൊട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പേജുകളിൽ അദ്ദേഹം പറയുന്നത് താൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നുവെന്നും ആരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും, ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം പ്രവർത്തിച്ച കാര്യവും, സഞ്ജയ് ഗാന്ധിയുടെ ഒപ്പം പ്രവർത്തിച്ച കാര്യവും, രാജീവ് ഗാന്ധിയുടെ ഒപ്പം പ്രവർത്തിച്ച കാര്യവും, പിന്നെ താൻ കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ അംഗമായും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പാണ് ആദ്യത്തെ പേജുകളിൽ. 2ാമത്തെ പേജ് എത്തുമ്പോഴാണ്, അതായത് 2013 ശേഷമുള്ള കാര്യങ്ങൾ പറയാൻ തൊട്ടാണ് കൃത്യമായ രാഷ്ട്രീയം അതിലേക്ക് വരുന്നത്. അതിലാണ് അദ്ദേഹം കൃത്യമായ രാഹുൽ ഗാന്ധിക്കെതിരെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, however, unfortunately, after the entry of Sri Rahul Gandhi into politics, and particularly after January 2013, when he was appointed as vice president by you, the entire consultative mechanism which existed earlier was demolished by him. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി 2013 ശേഷം അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റായി സോണിയാഗാന്ധി നിയമിച്ചതിന് ശേഷം കോൺഗ്രസ്സിന് അത്ര നാളുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്ന ഒരു മെക്കാനിസം, അത് പൂർണ്ണമായും രാഹുൽ ഗാന്ധി തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഓൾ സീനിയർ ആൻഡ് എക്സ്പീരിയൻസ് ലീഡേഴ്സ് വെർ സൈഡ്ലൈൻഡ് ആൻഡ് ന്യൂ കോട്ടറി ഓഫ് ഇൻഎക്സ്പീരിയൻഡ് സൈക്കോ ഫാൻസ് സ്റ്റാർട്ടഡ് റണ്ണിങ് ദ അഫയേഴ്സ് ഓഫ് ദ പാർട്ടി. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഓരത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പറയുന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം വരികയും അവർ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, വൺ ഓഫ് ദ മോസ്റ്റ് ക്ലിയറിംഗ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ഇമ്മച്യൂരിറ്റി വാസ് ദ ടിയറിംഗ് അപ്പ് ഓഫ് എ ഗവൺമെൻറ് ഓർഡിനൻസ് ഇൻ ദ ഫുൾ ഗ്ലെയർ ഓഫ് മീഡിയ ബൈ ശ്രീ രാഹുൽ ഗാന്ധി. The said ordinance was incubated in the Congress core group and subsequently unanimously approved by the Union Cabinet, presided over by the Prime Minister of India and duly approved even by the President of India. This childish behavior completely subverted the authority of the Prime Minister and the Government of India. This one single action, more than anything else, contributed significantly to the defeat of the UPA government in 2014 that was at the receiving end of a campaign of calumny and insinuation from a combination of forces of the right wing and certain unscrupulous corporate interest. അദ്ദേഹം ഈ ഭാഗത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇമ്മച്യൂരിറ്റിയെക്കുറിച്ചാണ്, അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണത്തെക്കുറിച്ചാണ്. ഈ സംഭവം നടക്കുന്നത് 2013 കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര മന്ത്രിസഭ പുറത്തിറക്കിയ ഒരു ഓർഡിനൻസ് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി കീറിക്കളഞ്ഞിരുന്നു, അതിനെ പരസ്യമായി തള്ളിക്കളഞ്ഞിരുന്നു. കേന്ദ്ര മന്ത്രിസഭയും കോൺഗ്രസിൻ്റെ കോർ ഗ്രൂപ്പും മറ്റ് പാർട്ടി കക്ഷികളും എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ട എടുത്ത തീരുമാനത്തെ പരസ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി തള്ളിക്കളഞ്ഞത്. ഇത് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയെ സംശയത്തിന് നിലയിലാക്കിയിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അമേരിക്കയിലായിരുന്നു. ബറാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നാട്ടിൽ ഈ നാണക്കേടുണ്ടാക്കുന്ന സംഭവം നടന്നത്. അതിനുശേഷം മൻമോഹൻ സിംഗ് പാവയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള കാര്യമായ പ്രചാരണം BJP നടക്കുകയും അത് കാര്യമായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ 2014 ഇലക്ഷനിൽ കോൺഗ്രസിനെ അഫക്റ്റ് ചെയ്തുവെന്നുമാണ്, അത് ബാധിച്ചുവെന്നുമാണ് ഗുലാം നബി ആസാദ് ഈ കാര്യത്തിൽ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, You may recall that after you took over as the Congress president after dethroning Sri Sitaram Kesari, the Congress leadership had met for a brainstorming in Panchmari in October of 1998. Subsequently, there was another such session in Shimla in 2003 and then again in Jaipur in January 2013.
I had the privilege of chairing the working group on organizational affairs on all these three occasions. However, regrettably, none of the recommendations of these retreats were ever properly implemented. In fact, in January of 2013 at Jaipur, I had proposed with the assistance of other members of the committee a detailed action plan to revitalize the party in the run-up to the 2014 Lok Sabha elections. That action plan duly approved by the CWC. These recommendations were supposed to be implemented in a time-bound manner before 2014 Lok Sabha election. Unfortunately, these recommendations are lying in the storeroom of the AICC for the past 9 years. In spite of my repeated reminders in person both to you and the then Vice President Shri Rahul Gandhi from 2013 onwards to implement these recommendations, however, no effort was made to even examine them seriously. അതിനുശേഷം അദ്ദേഹം പറയുന്നു 1998 സീതാറാം കേസിനെ പരാജയപ്പെടുത്തി താങ്കൾ അധികാരത്തിലെത്തിയതിനു ശേഷം, അതായത് കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റായി സോണിയാഗാന്ധി എത്തിയതിനു ശേഷം 1998 2003 2013 കോൺഗ്രസ് ഒരു ചിന്തൻ ശിബിരം നടത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മെയ്യിൽ ജയ്പൂരിൽ വെച്ച് നടത്തിയ പോലത്തെ ഒരു ചിന്തൻ ശിബിരം 3 തവണ നടത്തിയിരുന്നു. ആ 3 തവണ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് നടപ്പാക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2013 ജയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിൽ 2014 ഇലക്ഷന് മുന്നേ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 9 വർഷമായി ആ തീരുമാനങ്ങൾ അതേപോലെ AICCയുടെ സ്റ്റോർ റൂമിൽ കിടക്കുകയാണെന്നാണ് ഗുലാം നബി ആസാദ് ആരോപിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, under your stewardship since 2014 and subsequently that of Sri Rahul Gandhi, the INC has lost 2 Lok Sabha elections in a humiliating manner. It has lost 39 out of the 49 assembly elections held between 2014 and 2022. The party only won 4 state elections and was able to get into a coalition situation in 6 instances. Unfortunately, today the INC is ruling only in 2 states and is a very marginal coalition partner in 2 other states. Since the 2019 elections, the situation in the party has only worsened. After Sri Rahul Gandhi stepped down in a huff and not before insulting all the senior party functionaries who have given their lives to the party in a meeting of the extended working committee, you took over as interim president, a position that you have continued to hold even today for the past 3 years. അദ്ദേഹം പറയുന്നു, താങ്കളുടെയും താങ്കളുടെ മകൻ്റെയും നേതൃത്വത്തിൽ, അതായത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ 2014 ശേഷം 2 ലോക്സഭാ ഇലക്ഷനുകളിൽ നാണംകെട്ട രീതിയിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. അതിനുശേഷം നടന്ന 49 നിയമസഭാ ഇലക്ഷനുകളിൽ 39 കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്തത്. 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ സാധിച്ചത്. 6 സഖ്യകക്ഷിയായിട്ടും ഭരണം പിടിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് കോൺഗ്രസ്സിന് 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണമുള്ളൂ. ബാക്കി 2 ഏറ്റവും ചെറിയ കൂട്ടകക്ഷി ഭരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, 2019 ലോക്സഭാ ഇലക്ഷന് ശേഷം പാർട്ടിയുടെ സ്ഥിതി ഇപ്പോൾ കൂടുതൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം AICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കുകയും അതിനുശേഷം നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരെയും രാഹുൽ ഗാന്ധി അപമാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് താങ്കൾ ഇന്റർവ്യൂ പ്രസിഡന്റ് ആയത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, was still the remote control model that demolished the institutional integrity of the UPA government now got applied to the Indian National Congress. While you are just a nominal figure, all the important decisions were being taken by Sri Rahul Gandhi, or rather worse, his security guards and his PAs. അതിനുശേഷം അദ്ദേഹം കൂടുതൽ ആക്രമണം നയിക്കുന്നു. അദ്ദേഹം പറയുന്നു, 2ാം UPA ഗവൺമെൻറ്റിനെ തകർത്ത റിമോട്ട് കൺട്രോൾ ഗവൺമെൻറ് മോഡൽ ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ വെറും കളിപ്പാവയാക്കി രാഹുൽ ഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത്. അതിനേക്കാളും വർഷമായ കാര്യം വെച്ചാൽ രാഹുൽ ഗാന്ധി ആയിരിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PA ആയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പോകുന്നത് G23 കുറിച്ചാണ്. G23 വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, in the August of 2020, when I and 22 other senior colleagues, including former union ministers and chief ministers, wrote to you to the flag the abysmal drift in the party, the coterie chose to unleash its sycophants on us and got us attacked.
vilified and humiliated in the most crude manner possible. In fact, on the directions of the coterie that runs the AICC today, my mock funeral procession was taken out in Jammu. Those who committed this indiscipline were feted in Delhi by the General Secretaries of AICC and Sri Rahul Gandhi personally. അതിനുശേഷം അദ്ദേഹം പറയുന്നു, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാനും 22 മുൻ കേന്ദ്രമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും അടങ്ങുന്ന സംഘം താങ്കൾക്ക് കത്തയച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 23 പേർക്ക് നേരെ വളരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീരിൽ എൻ്റെ ശവമഞ്ച ഘോഷയാത്ര വരെ നടത്തുകയും അവർക്ക് രാഹുൽ ഗാന്ധിയും ഇപ്പോഴത്തെ AICC നേതൃത്വം അംഗീകാരം കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കപിൽ സിബലിനെ, താങ്കൾക്ക് വേണ്ടി കേസുകൾ കോടതിയിൽ വായിച്ച കപിൽ സിബലിനെ വരെ ഗുണ്ടകൾ വിട്ട് ആക്രമണം നടത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, Unfortunately, the situation in the Congress party has reached such a point of no return that no proxies are being propped up to take over the leadership of the party. This experiment is doomed to fail because the party has been so comprehensively destroyed that situation has become irretrievable. Moreover, the chosen one would be nothing more than a puppet on a string. Unfortunately, at national level, we have considered the political space available to us to the BJP and state level space to the regional parties. This all happened because the leadership in the past 8 years had tried to foist a non-serious individual at the helm of the party. കോൺഗ്രസ്സിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തില്ലെന്നാണ് ഗുലാം നബി ആസാദ് പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് തിരിച്ചു വരാനാകാത്ത വിധം തകർന്നിരിക്കുകയാണ്. നേതൃമാറ്റത്തിന് AICC ശ്രമിക്കുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് വരാൻ തീരുമാനമെടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾ ഒരു ഡമ്മിയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരാളെ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ AICC പ്രസിഡന്റാക്കാനാണ് ശ്രമിക്കുന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ ദേശീയ തലത്തിൽ തങ്ങൾക്കുള്ള രാഷ്ട്രീയമായ ഒരു സ്പേസ്, ഒരു രാഷ്ട്രീയമായ ഒരിടം അത് BJP മുന്നിൽ അടിയറവെക്കുകയും സംസ്ഥാന തലങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ മുന്നിൽ അടിയറവെക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, The entire organizational election process is a farce and a sham. At no place anywhere in the country have elections been held at any level of organization. Hand-picked lieutenants of the AICC has been coerced to sign on a list prepared by the coterie that runs the AICC sitting in 24 Akbar Road. At no place in a booth, block, district or state was an electoral roll published, nominations invited, scrutinized, പോളിംഗ് ബൂത്ത് സെറ്റപ്പ് ആൻഡ് ഇലക്ഷൻസ് ഹെൽഡ്. അദ്ദേഹം ഈ പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുലാം നബി ആസാദ് പറയുന്നതെന്ന് വെച്ചാൽ AICCയുടെ ഇപ്പോഴത്തെ നേതൃത്വം തീരുമാനിക്കുന്നിടത്താണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നതാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വിജയികളായി വരുന്നത്. അല്ലാതെ ഒരിടത്തും ഒരു ഇലക്ഷൻ നടത്തുകയോ ഒരു പോളിംഗ് ബൂത്ത് തീരുമാനിക്കുകയോ ഒരു ഇലക്ടറൽ റോൾ കൊണ്ടുവരികയോ പോലും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, The AICC leadership is squarely responsible for perpetrating a giant fraud on the party to perpetuate its hold on the ruins of what once was a national movement that fought for and attained the independence of India. Does the Indian National Congress deserve this in the 75th year of India's independence is a question that the AICC leadership must ask itself. അതിനുശേഷം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ AICC നേതൃത്വം ഒരു വലിയൊരു ഫ്രോഡ് നടത്തുകയാണ്. കാരണം ഇപ്പോഴത്തെ അവശിഷ്ട പാർട്ടിയെ ഒരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഒരു വലിയ രീതിയിലുള്ള ഫ്രോഡ് നടത്തുകയാണെന്നും സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം കോൺഗ്രസ്സിന് വേണമെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുശേഷം തൻ്റെ 5ാമത്തെ പേജിൽ അദ്ദേഹം തൻ്റെ രാജിക്കത്ത് അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിതാണ്, For all the reasons mentioned above, especially that the Indian National Congress has lost both the will and ability under the tutelage of coterie that runs the AICC to fight for what is right for India. In fact, before starting Bharat Jodo Yatra, the leadership should have undertaken a Congress Jodo exercise across the country. It is therefore with great regret I am resigning from the positions including the primary membership of the Indian National Congress. അദ്ദേഹം പറയുന്നു, ഇപ്പോഴത്തെ AICC നേതൃത്വത്തിന് ഇന്ത്യക്ക് എന്താണ് വേണ്ടത്, ഇന്ത്യക്ക് എന്താണ് ആവശ്യം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് അടുത്ത മാസം തൊട്ട് ആരംഭിക്കാൻ പോകുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് മുന്നേ കോൺഗ്രസ് ജോഡോ എന്ന കാര്യം നടത്തേണ്ടി വരിക്കുന്നു. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോഴത്തെ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങൾ കൃത്യമായി എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റ പേരേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ. ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നേതൃത്വമാണ്, AICC നേതൃത്വം. അദ്ദേഹത്തിനെ പാവയാക്കി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ AICC നേതൃത്വമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അല്ലെ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്കെല്ലാം കാരണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഗുലാം നബി ആസാദ്. മാത്രമല്ല, ദേശീയ തലത്തിലും ഇനി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തില്ലെന്ന് വ്യക്തമായും കൃത്യമായും പറഞ്ഞിരിക്കുകയാണ് ഗുലാം നബി ആസാദ്. കോൺഗ്രസ് എന്തുകൊണ്ട് തിരിച്ചു വരത്തില്ലെന്നും ഇപ്പോഴത്തെ അവശിഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ നാളങ്ങളെല്ലാം നടക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് മുൻപ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടത്. PC ചാക്കോ NCPയിൽ ചേർന്നിരിക്കുകയാണ്. ഇനി ഗുലാം നബി ആസാദ് എങ്ങോട്ട് പോകുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. അദ്ദേഹത്തിന് BJP നേതാക്കളുമായി വ്യക്തമായ ബന്ധമുണ്ട്. അദ്ദേഹം BJPയിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. BJPയിലേക്ക് പോയി ജമ്മു കാശ്മീരിന് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുമുണ്ട്. ജമ്മു കാശ്മീരിൽ സംസ്ഥാന ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാജിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ട് രക്ഷപ്പെടുത്തില്ലെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. മാത്രമല്ല, കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് അവശിഷ്ടങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഗുലാം നബി ആസാദ് രാജിവെച്ചു. G23 ആദ്യത്തെ ആൾ രാജിവെച്ചു. ഇനി G23 നമ്മുടെ സംസ്ഥാനത്തുള്ള ശശി തരൂർ എന്ത് ചെയ്യുമെന്നാണ് ഇനി അറിയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് പ്രതീക്ഷിക്കാം.